ഞാനും ഗുൽസും തേജസ്സേട്ടനും കൂടി പോകുന്ന രണ്ടാമത്തെ സ്റ്റേക്കേഷനാണ് കേട്ടോ ഇത്. ഞങ്ങൾ പോകുന്നത് മറയൂരിലേക്കാണ്. മറയൂരുള്ള ദി മഡ് ഹൗസ് എന്നുള്ളൊരു പ്രോപ്പർട്ടിയിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. മൂന്നാർ കഴിഞ്ഞിട്ടും കുറച്ചധികം ദൂരമുണ്ട് കേട്ടോ. ഒരു തമിഴ്നാട് ബോർഡറൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ മറയൂർ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ചധികം ഭംഗിയുണ്ടെന്ന് തന്നെ പറയാം. അവിടെ എത്തിയ ഉടനെ ഞങ്ങൾക്ക് നല്ല അസല സദ്യ എന്ന് എനിക്ക് അതിനെ വിളിക്കാൻ തോന്നുന്നില്ല, കാരണം അത് അത്ര ഒരു ഹോംലി ഫീൽ തരുന്ന ഒരു ഭക്ഷണമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റിലുപരി അവിടുത്തെ ചേച്ചിമാരുടെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷം തന്നൊരു കാര്യം. ആൻഡ് ആ പ്രോപ്പർട്ടീനെ പറ്റി പറയാനാണെങ്കിൽ ഇത്രയും ഭംഗിയുള്ളൊരു പ്രോപ്പർട്ടിയിൽ ഈ അടുത്തൊന്നും ഞാൻ താമസിച്ചിട്ടില്ല നമ്മുടെ കേരളത്തിൽ. ഇത് കേരളത്തിലാണോ എന്ന് തന്നെ നമുക്ക് ഡൗട്ടായി പോവും. അത്രയ്ക്ക് മനോഹരമാണ്. ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഞങ്ങളുടെ റൂമിൻ്റെ പേര് ഹരിണി എന്നാണ്. ഈ ഹരിണി എന്ന് പറയുന്ന അവിടുത്തെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റൂംസിലൊന്നാണ്. നല്ല സ്പേസ് ഉണ്ട്. കാരണം ഗുൽസുമായിട്ട് പോകുമ്പോൾ ഗുൽസുവിനും ഇപ്പോൾ അത്യാവശ്യമൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്പേസ് വേണമല്ലോ. ആൻഡ് ദിസ് വാസ് അവർ റൂം. ഇറ്റ് വാസ് സോ പ്രിട്ടി, വെരി സ്പേഷ്യസ്, സോ എസ്തെറ്റിക്. ഭയങ്കര ഒരു കാം വാം ഫീല് തരുന്നൊരു റൂമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കംപ്ലീറ്റ്ലി മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു കുടിലിൽ താമസിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഇതായിരുന്നു ഞങ്ങളുടെ വാഷ്റൂം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ബാത്റൂം ഗാർഡൻ എന്ന് പറയാം. ഒരു ഗാർഡനിലിരുന്ന് കുളിക്കുന്ന ഫീലാണ് അവിടെ. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ ബാത്റൂം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എനിക്കറിയില്ല ഇത്രയും അടിപൊളി ബാത്റൂം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഞാൻ കണ്ടതിലെ ഏറ്റവും പ്രത്യസ്റ്റ് വാഷ്റൂം ഇതാണ് കേട്ടോ. ഇത്രയും പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന ഒരു ബാത്റൂം. ഓക്കെ, എന്തായാലും ഇതാണ് ഞങ്ങളുടെ ഒരു കുട്ടി റൂം ടൂർ. ഗുൽസുവിന് ഈ ബേ വിൻഡോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഈ ജനലിൻ്റെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പുറത്തുള്ള ആട്ടുംകുട്ടീനെയും പശുവിനെയൊക്കെ കണ്ടിരിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതായിരുന്നു എൻ്റെ അവിടുത്തെ വേറൊരു ഇഷ്ടപ്പെട്ട സ്ഥലം. ഇത് അവിടുത്തെ ഡൈനിങ് ഏരിയ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഒരുപാട് പുതിയ ആൾക്കാരെ പരിചയപ്പെടാം. പല പല നാട്ടിൽ നിന്ന് അവരുടെ ഓരോ കാര്യങ്ങളും അവരുടെ യാത്രാ വിവരണങ്ങളും അവരുടെ എക്സ്പീരിയൻസസും നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ മോർ ദാൻ എ സ്റ്റേക്കേഷൻ, ഇത് കുറേ പേരായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ കൂടിയായിരുന്നു. സന്ധ്യ സമയത്ത് അവർ വിളക്കൊക്കെ കൊളുത്തി വെച്ച് ആ ഒരു ഏരിയയ്ക്ക് വേറെ ഒരു ആംബിയൻസാണ്, ഒരു ലൈറ്റ് മ്യൂസിക്കൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അമ്പിളി. അവിടുത്തെ ഓൾ ഇൻ ഓളാണ്. നമ്മുടെ കൂടെ എന്തിനും ഏതിനും കൂടെ ഉണ്ടാവും. ഭയങ്കര ഒരു ആക്റ്റീവായിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. എന്തായാലും അമ്പിളി ഗുൽസുവിനെ നോക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിച്ചു. ഇവിടെ അങ്ങനെ ഒരു കംഫർട്ട് കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഗുൽസിന് അവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ എല്ലാവരും കൂടി ഗുൽസു ജെല്ലായി. അവിടെ അടുക്കളയിൽ നിന്ന് ഡാൻസും പാട്ടും ഒക്കെയാണ്. അപ്പോൾ അത് മൊത്തത്തിൽ എൻ്റർടൈനിങ് ആയിരുന്നു ഗുൽസുവിനും. പിന്നെ നമുക്ക് സമാധാനമായിട്ട് ഫുഡും കഴിക്കാം. ദെൻ നെക്സ്റ്റ് ഡേ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പതാ ഒരു മയിൽ, വെരി ഫ്രണ്ട്ലി പീക്കോക്ക്. ഞാൻ കണ്ടതിൽ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പീക്കോക്കാണിത്. പേര് പൊന്നുവിനെ കുഞ്ഞു കുട്ടിയാകുമ്പോൾ തൊട്ടേ അവിടെ വളർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭക്ഷണമൊക്കെ കൊടുത്ത് അവരോട് ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുന്നൊരു മയിലാണ് നമ്മുടെ പൊന്നു ഇങ്ങനെ അവിടെ രാവിലെ കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. അപ്പോൾ ഗുൽസു, നമ്മുടെ നാട്ടിൽ ഒരുപാട് മയിലുണ്ടെങ്കിലും ഇത്ര അടുത്ത് ഗുൽസു മയിലിനെ കാണുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. ഇത്ര ഇൻട്രാക്ട് ചെയ്യുന്നൊരു മയിലിനെ. അപ്പോൾ ഗുൽസുവിന് ബേർഡ്സും ആനിമൽസിനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്. എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആയിരിക്കും. അപ്പോൾ കുറച്ച് നേരം പൊന്നുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. ഇവിടുത്തെ രാവിലകൾ ഭയങ്കര രസമാണ് കേട്ടോ. ഏർലി മോർണിംഗ് ഭയങ്കര രസമാണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് കിളികളുണ്ട്. ഇപ്പോൾ ബേർഡ് വാച്ചിങ് ഒക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ് ഇത്. അതുപോലെ വൈകുന്നേരത്തിന് അതിൻ്റേതായൊരു ഭംഗിയുണ്ട്. കുറച്ചുകൂടി തണുപ്പ് വരും. ഞങ്ങൾ പോയപ്പോൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത് രാത്രി ഈവനിങ്സിലൊക്കെ 12 to 15 ഒക്കെ ആട്ടോ. അപ്പോൾ ഭയങ്കര തണുപ്പും ഭയങ്കര സുഖമായിരുന്നു. എന്തായാലും ഞങ്ങൾ മറയൂർ വന്ന സ്ഥിതിക്ക് നമ്മുടെ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ കാണണ്ടേ. മറയൂർ ഒരുപാട് കാര്യങ്ങൾക്ക് ഫേമസ് ആണ് കേട്ടോ. ശർക്കര മാത്രമല്ല, കരിമ്പിൻ തോട്ടം, സാൻഡൽവുഡ് ഫോറസ്റ്റ്, മുനിയറ, അത് ആ സ്റ്റോൺ ഏജ് കാലഘട്ടത്തിലെ ആണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട്
കാര്യങ്ങളുള്ളൊരു സ്ഥലമാണ് നമ്മുടെ മറയൂർ. അപ്പോൾ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അവർക്ക് തന്നെ ഈ കരിമ്പിൻ തോട്ടം ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ ഈ കരിമ്പെടുത്ത് അതിൻ്റെ ആ ഒരു സ്റ്റെമ്മെന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ പറയാം. അവരുടെ അപ്പുറം ആ ഒരു ഗ്രീൻ കണ്ടില്ലേ, ഒരു ടാങ്ക് പോലത്തെ. അപ്പോൾ ഈ കരിമ്പ് ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരുന്ന ആ തണ്ട് ഒക്കെ അരച്ച് ജ്യൂസ് പോലെ ആക്കിയിട്ടുള്ളത് ആ പൈപ്പിലൂടെ ആ ടാങ്കിൽ എത്തിയിട്ട് നേരെ ഈ ഈ തിളപ്പിക്കുന്ന ബൗളിലേക്ക് എത്തും. അതിന് തിളപ്പിച്ച് എനിക്ക് തോന്നുന്നു ഇച്ചിരി റഫായിട്ടൊരു മണൽപ്പരു പോലെ ആകുമ്പോൾ അവരത് കോരി ഈ ഒരു കുഴിയിലേക്ക് ഇടും. എന്നിട്ട് ചൂടാറുമ്പോൾ കൈകൊണ്ട് കുഴച്ച് ഉണ്ടാക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതാണ് അതിൻ്റെ ചിമ്മിനി. ഓക്കെ, അതിനുശേഷം നമ്മൾ മുനിയറ കാണാൻ പോയി. ഞാനും കുൽസും കാറിലിരുന്നു, തേസാരനാണ് പോയത്, കാരണം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുനിയറ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സ്റ്റോൺ ഏജ് കാലഘട്ടം തൊട്ടേ ഉണ്ട് എന്നാണ് ഒരു ഐതിഹ്യം. അങ്ങനെയാണ്. അതിന് പല പല ഐതിഹ്യമുണ്ട്. ചിലർ ഈ വന്യമൃഗങ്ങളിൽ നിന്ന്, ഈ മുനിമാർ വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ ഭയങ്കര റഫ് ഫെദറിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ചിലർ പറയുന്നു അവരുടെ ഈ നമ്മുടെ ഈജിപ്തിലെ പിരമിഡ് പോലെ അടക്കുന്ന സ്ഥലം സ്മാരകം പോലെ അല്ലെങ്കിൽ കുഴിച്ചിടുന്ന ബറിയൽ ഒരു സംഭവമായിട്ടും പലരും പറയപ്പെടുന്നുണ്ട്. 3 സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് എന്നും അങ്ങനെ പല 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 കഥകളുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഏതാണ് ശരി എന്നൊന്നും അറിയില്ല. അതുപോലെ ഈ കാണുന്ന അമ്പലത്തിൻ്റെ താഴെ ഒരു അറയുണ്ട് അത്ര. ഈ അറ വഴി നമുക്ക് തെങ്കാശി വരെ എത്താമെന്നാണ് പറയണത്. ഇതൊക്കെ കേട്ടറിവുകൾ മാത്രമാണ്. ഇതിൽ എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇതൊക്കെ കാണാൻ ഭയങ്കര കൗതുകമുള്ള കാഴ്ചയാണ്. തിരിച്ച് റിസോർട്ടിലേക്ക് പോകുന്ന വഴി നമ്മൾ കുറേ ഫ്രണ്ട്സിനെ കണ്ടു കേട്ടോ. ഗുൽസിൻ്റെ ഫ്രണ്ട്സ്, കുറേ മാനുകളുണ്ടായിരുന്നു. ഞാൻ ഇത്ര കൂട്ടത്തോടെ ഇങ്ങനെ റോഡിൽ വളരെ ഫ്രീ ആയി മാനുകൾ നടക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. സൂവിലും പിന്നെ അതുപോലെ ഇങ്ങനെ 1-2 മാനിനെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇത്രയും കൂട്ടത്തോടെ കാണുന്നത് ഇതാദ്യമായിട്ടാണ്. ഗുൽസും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഗുൽസുവിന് ഈ മൃഗങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗുൽസുവിന് അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. അതിനുശേഷം തിരിച്ച് മഡ് ഹൗസിലേക്ക് വന്ന് നമ്മൾ ഗുൽസുവിനുള്ള കഞ്ഞിയും പയറൊക്കെ കൊടുത്തു. കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഗുൽസുവിന് യാത്ര ചെയ്യുമ്പോൾ എന്താ കൊടുത്തിരുന്നതെന്ന്. ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് അങ്ങനത്തെ ഒരു വറിയേ ഇല്ലായിരുന്നു. ഗുൽസുവിന് എന്താണോ വേണ്ടത് അത് നമുക്ക് അവിടെ കിട്ടിയിരുന്നു. രാവിലെ ദോശ കൊടുക്കും, ഉച്ചയ്ക്ക് കഞ്ഞിയും പയറും കൊടുക്കും, രാത്രി ചപ്പാത്തിയോ അല്ലെങ്കിൽ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഗുൽസുവിൻ്റെ കാര്യം ഓക്കെ ആയിരുന്നു. വീണ്ടും ഉച്ചത്തെ എൻ്റെ ഫേവററ്റ് ലഞ്ച് കിട്ടി. നോൺ വെജ് വേണ്ടവർക്ക് അതിൻ്റെ കൂടെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. ദേശം പേടിപ്പിക്കണേ. എന്റെ കയ്യില് ഞാൻ പിടിക്കാം, കയ്യില് തരൂല. ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങളൊരു അഡ്വെഞ്ചറസ് വാക്കിന് പോവാണ്. അങ്ങനെ വലിയ അഡ്വെഞ്ചർ ഒന്നുമല്ല കേട്ടോ, ഒരു റിവർ വാക്കിന് പോവാണ്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടി 1 മണിക്കൂറിൻ്റെ ഒരു നടത്തമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ഞാനില്ല, കാരണം ഗുൽസുവിനെ 1 മണിക്കൂർ നടക്കാൻ എനിക്ക് പൊതുവേ നടക്കാൻ മടിയുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ ഗുൽസുവിനും കൂടി പിടിച്ച് പോവാം എന്നുള്ളത് വളരെ വലിയൊരു ടാസ്ക് ആയതുകൊണ്ട് ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ മെമ്മറബിൾ ആയിട്ടുള്ളൊരു യാത്ര അല്ലെങ്കിൽ ഒരു കാഴ്ച ഞാൻ നഷ്ടപ്പെട്ടേനെ. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു തോടിൻ്റെ സൈഡിൽ കൂടെ ഒരു 50 മിനിറ്റ്സോളം നമ്മൾ നടക്കണം. അത് പക്ഷേ ആ 50 മിനിറ്റ്സ് ഒന്നും പോയത് അറിഞ്ഞില്ല കേട്ടോ. അത്ര ഭംഗിയായിരുന്നു. ഞാൻ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലത്ത് കൂടെ പോകുന്ന ആദ്യമായിട്ടാണ്. ചിലപ്പോൾ ചിലർക്ക് ഇതൊക്കെ കണ്ട് ഓൾറെഡി ഇടുക്കി സൈഡിലുള്ളവർക്കൊക്കെ ഇത് കണ്ട് വളരെ നോർമലായിരിക്കും. പക്ഷേ എനിക്കൊക്കെ ഇത് ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. ഈ സ്പോട്ട് ഇവിടെ എത്തിയപ്പോൾ ഇല്ലേ സ്വർഗം ഫീലായിരുന്നു. ഈ ക്യാമറയിലൊന്നും ഞങ്ങൾ കണ്ടതിൻ്റെ പകുതി ഭംഗി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു വെള്ളത്തിൻ്റെ ശബ്ദവും അവിടെ നിന്നുള്ള വ്യൂവും ഒക്കെ ഭയങ്കര രസമായിരുന്നു. കുൽസു പതുക്കെ എൻ്റെ തോളത്ത് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ആദ്യമൊക്കെ തേസാട്ടനും ഞാനും നമ്മുടെ കൂടെ വന്ന ചേട്ടനുമൊക്കെ ഇങ്ങനെ മാറി എടുത്തു. പിന്നെ കുൽസുവിന് വാശിയാവാൻ തുടങ്ങി, ഞാൻ തന്നെ എടുക്കണം എന്നുള്ളതൊക്കെ. എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു. വളരെ സ്ലോ ആയിട്ട് ഞങ്ങൾ നടന്നു. അതുകൊണ്ട് തന്നെ 1 മണിക്കൂറൊക്കെ എടുത്തു ഞങ്ങൾ നടന്നെത്താനായിട്ട്. ഗുൽസുമായിട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആവണ്ടേ. അപ്പോൾ
വളരെ ശ്രദ്ധയോടെ പതുക്കെയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നിരുന്നത്. അത്ര നാരോ ആണോ ചോദിച്ചാൽ അല്ല, പക്ഷേ അത്യാവശ്യം നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം. ഈ തലകറക്കമുള്ളവർക്കും ഹൈറ്റ് പേടിയുള്ളവർക്കും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഇവിടെ നടക്കാനായിട്ട്. എന്തായാലും ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് ഞാൻ പറയും. അയ്യോ എനിക്കറിയില്ല ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മളങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ വളരെ പീസ്ഫുൾ ആൻഡ് കാമായിരുന്നു. ഈ സ്ഥലം ഇങ്ങനെ തന്നെ നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും ഇത് ഒരു വർത്തായിട്ടുള്ളൊരു കാൽനട യാത്രയായിരുന്നു. ആദ്യമൊക്കെ മടി പിടിച്ചെങ്കിലും പിന്നെ നമുക്ക് ആ ഒരു ഉഷാറിൽ അങ്ങോട്ട് നടന്നു. തിരിച്ച് ഞങ്ങളൊരു 80% നടന്നു കേട്ടോ. പിന്നെ ഗുൽസു ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എൻ്റെ അടുത്തൊന്നും പോകുന്നില്ല. തിരിച്ച് ആ 1 മണിക്കൂർ ഞാൻ ആ ഗുൽസുവിനെ ഏറ്റി നടന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരു സ്കൂട്ടർ പറഞ്ഞു വിട്ടു. ഒരു 80% ഞങ്ങൾ നടന്നു. പിന്നെ ഞങ്ങളൊരു സ്കൂട്ടിയിൽ തിരിച്ചെത്തി. അങ്ങനെ രാത്രി ക്യാമ്പ് ഫയറൊക്കെ, ഗുൽസു ആദ്യമായിട്ടാണ് ക്യാമ്പ് ഫയറൊക്കെ കാണുന്നത്. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ക്യാമ്പ് ഫയറിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ അത് അർത്ഥവത്താക്കിയത് ഇപ്പോഴാണ്. ഇതുവരെയൊക്കെ റിസോർട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത്ര തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ഒരു 12 ഡിഗ്രി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ക്യാമ്പ് ഫയർ എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ ചൂട് കിട്ടിയപ്പോൾ എന്ത് സുഖമായിരുന്നു അറിയോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ സൺറൈസിന് വേണ്ടി പോയി. ഇച്ചിരി ഒരു 5 മിനിറ്റ്സ് ഞങ്ങൾ ലേറ്റായി പോയി. കറക്റ്റ് സൺറൈസ് ചെയ്യുമ്പോൾ ഞങ്ങളിത് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രോപ്പർ സൺറൈസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നല്ല തണുപ്പും നല്ല സുഖമുള്ള ഒരു വെയിലിൻ്റെ ആ ഒരു ചൂടും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ മല കയറി. ഒരു 10 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പ്രോപ്പർട്ടിയിൽ നിന്ന്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുകളിൽ തന്നെയാണ് ഈ സൺറൈസ് വ്യൂ പോയിൻറ്റ്. ഗുൽസും അവിടുന്ന് സൺറൈസൊക്കെ കണ്ടിട്ട് പാലൊക്കെ കുടിച്ച് സെറ്റായി. ഞാനൊക്കെ ഗുൽസൊക്കെ എന്ത് ലക്കിയല്ലേ, നമ്മളൊക്കെ എത്ര വലുതായിട്ടാണ് സൺറൈസും ഇങ്ങനെ മാനിനെയൊക്കെ ഞാൻ എൻ്റെ കാര്യമായിട്ടാണ് പറയണത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഗുൽസു ഇസ് വെരി ലക്കി. എന്നെയും അല്ലെങ്കിൽ തേജേട്ടൻ്റെ ഒക്കെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഷീ ഈസ് വെരി ലക്കി ആൻഡ് ഫോർച്ചുനേറ്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റിയില്ലേ. ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല, എന്നാലും വലുതാകുമ്പോൾ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കാമല്ലോ. ഞങ്ങൾ ആ മലയുടെ മുകളിലിരുന്ന് നല്ല ചായയും ഞാനൊരു ലൈറ്റ് കോഫിയും ഒക്കെ കുടിച്ച് കുറച്ച് നേരം ചില്ല് ചെയ്ത് നമ്മുടെ അമ്പിളിയും കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായി. മനസ്സോടെ ആണെങ്കിലും ചെക്കൗട്ട് ചെയ്യണമല്ലോ. ആൻഡ് ഇത് അവിടുത്തെ ഒരു ട്രീ ഹൗസാട്ടോ, സോറി ട്രീ ഹൗസ്, രണ്ടും പറയാം. അപ്പോൾ ഞങ്ങൾക്കത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോയി കാണാൻ പറ്റിയിട്ടില്ല. സോ ചെക്കൗട്ട് ടൈമിൽ ഞങ്ങൾ ആ ട്രീ ഹട്ട് ഒന്ന് കാണാൻ വേണ്ടി പോയി. ഭയങ്കര രസമാട്ടോ. അവരത്രയും ചിന്തിച്ചുണ്ടാക്കിയൊരു ട്രീ ഹട്ടാണ്. മുകളിൽ അധികം സ്പേസ് ഇല്ലല്ലോ, അപ്പോൾ മുകളിൽ ബെഡ്റൂമും പിന്നെ അതിൻ്റെ താഴെയാണ് അവർ വാഷ്റൂം കെട്ടിയിട്ടുള്ളത്. അതും ഒരു നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അവിടെയൊക്കെ താമസിക്കുന്നത്. പക്ഷേ ഗുൽസു കുട്ടികളായിട്ട് അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല, ബിക്കോസ് അതിൽ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരു കോണി കയറണം. എല്ലാ കപ്പിൾസ് ആൻഡ് ഫ്രണ്ട്സിനൊക്കെ താമസിക്കാൻ പറ്റിയൊരു സ്ഥലമാണത്. അത്രയും ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു മഡ് ഹൗസ് മറയൂരിൽ. താങ്കിങ് ഈച്ച് ആൻഡ് എവ്രി വൺ. ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അവിടുത്തെ ഓരോ ആൾക്കാരുമാണ് സത്യം പറഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ഭംഗി കൂട്ടുന്നത് കേട്ടോ. ഡെഫിനറ്റ്ലി കമ്മിങ് ബാക്ക് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് കുട്ടി വ്ളോഗ്.